നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM-കാർക്കൊപ്പം ഇതാ കോൺഗ്രസ് നേതാക്കൾക്കും കാര്യമായ പങ്കുണ്ടെന്ന സത്യം പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. സോണിയാഗാന്ധിയുമായി എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു കൂടിക്കാഴ്ച സംഘടിപ്പിച്ചു, അതിൽ തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ അടൂർ പ്രകാശ് MP-യെ SIT കാര്യമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അടുത്തത് മറ്റൊരു കോൺഗ്രസ് MP-യാണ് ആന്റണി MP. ഇദ്ദേഹം 2 കോടി രൂപ വാങ്ങിയിട്ട് തിരികെ നൽകിയിട്ടില്ല എന്നും തന്ത്രിയോ തന്ത്രി കുടുംബാംഗങ്ങളോ തൻ്റെ പണമിടപാട് സ്ഥാപനത്തിൽ പണമൊന്നും നിക്ഷേപിച്ചിട്ടില്ല എന്നുമുള്ള നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജുവിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ആന്റണിയെ കുടുക്കിയിരിക്കുന്നത്. ആന്റണി MP തെരഞ്ഞെടുപ്പ് സമയത്ത് 2 കോടി രൂപ വാങ്ങിയിട്ട് തിരികെ നൽകിയിട്ടില്ല എന്നാണ് തിരുവല്ല നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ NM രാജു വെളിപ്പെടുത്തിയത്. ആന്റണിക്ക് നൽകിയത് നിക്ഷേപകരുടെ പണമാണ്. വിവരം ED-യെയും ക്രൈംബ്രാഞ്ചിനെയും അറിയിച്ചിട്ടുണ്ട്. പണമില്ലാതെ തൻ്റെ ധനകാര്യ സ്ഥാപനം പൂട്ടുകയും ചെയ്തു. ആന്റണി 2019 തെരഞ്ഞെടുപ്പിൽ പ്രചരണ സമയത്ത് പല തവണ തന്നെ വന്ന് കണ്ടിരുന്നതായും NM രാജു മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരല്പം സത്യസന്ധനാണ് ആന്റണി MP. താൻ രാജുവിൽ നിന്നും പണം വാങ്ങിയിട്ടേ ഇല്ല എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. രാജുവിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് രാജു തനിക്ക് 2 കോടി രൂപ നൽകിയത് തെരഞ്ഞെടുപ്പ് ഫണ്ടായിട്ടാണെന്നാണ് താൻ കരുതിയത്. അതുകൊണ്ട് തന്നെ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് താൻ കരുതി എന്നാണ് ആന്റണി MP-യുടെ നിലപാട്. അപ്പോൾ പണം വാങ്ങി എന്നത് വ്യക്തം. എന്നിട്ട് അതിൽ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെയും തന്ത്രി കുടുംബത്തെയും ഒക്കെ കൊണ്ട് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമമാണ് ആന്റണിയും കോൺഗ്രസ്സുകാരും നടത്തിയത്. ആ ശ്രമമാണ് ഇപ്പോൾ പൊളിഞ്ഞുപോയത്. നെടുമ്പറം ഫിനാൻസിൽ തന്ത്രി പണമൊന്നും നിക്ഷേപിച്ചിട്ടില്ലെന്നും ഇത്രയും കാലത്തിനിടയ്ക്ക് തന്ത്രിയെ കാണുകയോ തന്ത്രിയുടെ വീട്ടിൽ പോകുകയോ ചെയ്തിട്ടില്ലെന്നുമാണ് ഇപ്പോൾ KM രാജുവിൻ്റെ മൊഴി. തന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും 1 രൂപ പോലും തൻ്റെ നിക്ഷേപമായി തൻ്റെ സ്ഥാപനത്തിലില്ല. ഒരു സ്ഥാപനത്തിലും തന്ത്രി കണ്ഠരര് രാജീവര് പണം നിക്ഷേപിച്ചിട്ടില്ല. തന്ത്രിയുടെ 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിക്ഷേപിച്ചെന്ന ആരോപണമാണ് ഇപ്പോൾ രാജു പൂർണ്ണമായും തള്ളിയത്. അതിന് തൻ്റെ പക്കൽ തെളിവുകളുണ്ടെന്നും തന്ത്രി നിക്ഷേപം നടത്തിയിട്ടില്ല എന്ന് ഉറച്ച് വ്യക്തമാക്കുകയാണെന്നും രാജു പറയുന്നു. അപ്പോൾ കൊടുക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അതിനിടയ്ക്കാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF-ന് കുരുക്കാകുന്ന നിർണായക നീക്കം SIT നടത്തിയത്. UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശിന്റെ മൊഴി SIT അങ്ങനെ കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യൽ. കാസർഗോഡ് നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ യാത്ര തുടങ്ങുമ്പോൾ അതിൽ പോലും പങ്കെടുക്കാൻ അനുവദിക്കാതെയാണ് അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തിയത്. UDF കൺവീനറെ വിളിച്ചു വരുത്തിയത് എന്നുകൂടി ഓർക്കണം. കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന് അടുത്ത ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണങ്ങൾ ചിത്രങ്ങൾ സഹിതം വ്യക്തമായിരുന്നു. ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ, സോണിയാഗാന്ധിയുമുള്ള ചിത്രങ്ങൾ, സമ്മാനം കൈമാറിയ ചിത്രങ്ങൾ, ഇതൊക്കെ പുറത്തു വന്നിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ CPM-നെയും സർക്കാരിനെയും അടിക്കാനുള്ള പ്രധാന വടിയെ UDF ഉപയോഗിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ച് വരുന്നതിനിടെയാണ് ഈ SIT-യുടെ അടൂർ പ്രകാശ് MP വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യൽ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഏത് തരത്തിലാണെന്ന് അടൂർ പ്രകാശ് SIT-ക്ക് മുന്നിൽ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. വെറുമൊരു ബന്ധം മാത്രമല്ല എന്ന നിർണായകമായ മൊഴി അടൂർ പ്രകാശ് SIT-ക്ക് മുന്നിൽ നൽകേണ്ടി വന്നു അടൂർ പ്രകാശിന്. അതേസമയം ശബരിമല സ്വർണം കട്ടത് താനല്ല, തനിക്ക് ആ സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നൊരു കാര്യവും അടൂർ പ്രകാശ് വ്യക്തമായി SIT-ക്ക് മൊഴി നൽകിയിട്ടുണ്ട്. തൻ്റെ മണ്ഡലത്തിലെ വോട്ടറാണ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ സോണിയാഗാന്ധിയുടെ അപ്പോയിൻമെൻ്റ് എടുത്തപ്പോൾ തന്നെയും ഒപ്പം കൂട്ടുക മാത്രമാണ് ചെയ്തത്. അതീവ സുരക്ഷാ വലയത്തിലുള്ള സോണിയാഗാന്ധിയെ എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടു എന്നതാണ് അടുത്ത ചോദ്യം. സോണിയാഗാന്ധിയെപ്പോലുള്ളൊരു അതീവ സുരക്ഷയുള്ളൊരു നേതാവിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എങ്ങനെ ലഭിച്ചു, ആര് വഴി ലഭിച്ചു എന്നൊക്കെ വിശദമായി SIT മൊഴിയെടുത്തിരുന്നു. ഇനി അടുത്തത് വീണ്ടും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ്. അത് കഴിഞ്ഞാൽ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിലേക്കാണ്. ഇരുവരുടെയും ആദ്യഘട്ട മൊഴി SIT രേഖപ്പെടുത്തിയിരുന്നു. പക്ഷേ അടൂർ പ്രകാശിൻ്റെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില നിർണായകമായ വെളിപ്പെടുത്തൽ ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അടൂർ പ്രകാശിൻ്റെ മൊഴി വഴി കടകംപള്ളി സുരേന്ദ്രനിലേക്കും മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തിലേക്കും SIT ഉടൻ തന്നെ വന്നെത്തും. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ ആന്റണി MP 2 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്നും വാങ്ങിയെന്ന് ഇപ്പോൾ അതിൻ്റെ ഉടമ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ പ്രചരിപ്പിച്ചിരുന്നത് ഇത് തന്ത്രി കണ്ഠരര് രാജീവരെ നെടുമ്പറമ്പിൽ ഫിനാൻസ് നിക്ഷേപിച്ച 2 കോടിയാണെന്നും ആ സ്ഥാപനം സാമ്പത്തിക തകർച്ചയെ തുടർന്ന് നെടുമ്പറമ്പിൽ ഫിനാൻസ് പൂട്ടിപ്പോയെങ്കിലും
അതിൻ്റെ ഉടമകൾ ജയിലിൽ അടയ്ക്കപ്പെട്ടുവെങ്കിലും ഈ പണം തിരികെ വാങ്ങാൻ കണ്ഠര രാജീവന് ഒരിക്കലും ചെന്നിട്ടില്ല എന്നൊക്കെയുള്ള കഥകളാണ് പുറത്ത് പ്രചരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ CPM-നും ഒരല്പം ആശ്വാസമായി. കാരണം അവർക്കൊപ്പം ജയിലിൽ കിടക്കാൻ കൂട്ടായി UDF-ന്റെ 1 അല്ല 2 MPമാർ ഇപ്പോഴുണ്ട്. ഇനി അങ്ങോട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ സ്വർണ്ണക്കൊള്ളക്കടത്തിൻ്റെ പേരിൽ കൂടുതൽ കോൺഗ്രസ് MPമാരും മുതിർന്ന നേതാക്കളും SITയുടെ സംശയ പട്ടികയിൽ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുമോ എന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.